ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യേശുവിൻ്റെ രക്തതാജം, യേശുവിൻ്റെ രക്തതാജം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല വൈകിയ സമയത്ത് ദൈവപാദപീഠത്തിൽ കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൊണ്ട് റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ കടന്നു വരുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അവസരമൊരുക്കി തന്ന കർത്തൃദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല വൈകിയ സമയത്ത് അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ പേജിലൂടെ നടക്കുന്ന ശുശ്രൂഷകളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി കാരണമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷിക്ത കർത്തൃദാസിയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം, വിടുതലിന് കാരണമായി തീരണം കർത്താവേ. ഹല്ലേലൂയ. അടിയനെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കേൾക്കുന്ന ജനത്തിന് വിടുതലാകണം, ആശ്വാസമാകണം, ദൈവപ്രവൃത്തിയാകണം കർത്താവേ. വലിയ ദൈവപ്രവൃത്തി ഇന്നത്തെ ശുശ്രൂഷയിൽ വെളിപ്പെടണം കർത്താവെ. സംസാരിപ്പാൻ കൃപചുമാറാകണം. ഹല്ലേലൂയ. തടസ്സങ്ങളെല്ലാം മാറ്റണം. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണം. അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷ ഏൽപ്പിക്കുന്നു. തുടക്കം മുതൽ അവസാനം വരെ തിരുസാന്നിധ്യത്തിൻ മറവിൽ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദൈവകൃപയാല നിറച്ചാട്ട പ്രാർത്ഥന ഇട്ടിരിക്കാല സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്രകാരം അവസരം ഒരുക്കി തന്ന കർത്തദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഓരോ ദിവസവും നമ്മെ വഴി നടത്തുന്ന ദൈവം, നമ്മെ പോറ്റി പുലർത്തുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന് എത്ര നന്ദി കരയറ്റിയാലും കുറവേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവ് ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എന്തെല്ലാം അനർത്ഥങ്ങൾ, എന്തെല്ലാം അപകടങ്ങൾ, എന്തെല്ലാം പ്രതികൂലങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ ഓരോ ദിവസവും ജീവിതത്തിന്മേൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അവിടെയൊക്കെയും നിലനിർത്തുന്ന ആ ദൈവകൃപയെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ തലയിലെ ഒരു മുടി പോലും താഴെ വീണാൽ അതിനെയും ദൈവം അറിയുന്നു. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒന്നും തന്നെ കടന്നു വരികയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് ഹല്ലേലൂയ നമ്മെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം പൂർത്തീകരിക്കുന്നവരെയും ശത്രു നമ്മെ തൊടാതെ വണ്ണം സൂക്ഷിക്കുന്നവൻ. ഹല്ലേലൂയ. ശത്രു നമ്മെ കാണാതെ വണ്ണം പരിപാലിക്കുന്ന കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട്, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായിട്ട് ഹല്ലേലൂയ ഈ വൈകിയ സമയത്ത് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. അതെ, നാം ദൈവസന്നിധാനത്തിൽ ഹല്ലേലൂയ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ നമ്മളുടെ ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. ഹല്ലേലൂയ. ഇന്ന് വരെ ഏതെല്ലാം മണ്ഡലങ്ങളിൽ ഹല്ലേലൂയ ഇരുളടഞ്ഞതായി അന്ധകാരാവസ്ഥയായി ഹല്ലേലൂയ ഇരിക്കുന്നുവോ അവിടെയെല്ലാം ഒരു വെളിച്ചം ഉദിക്കത്തക്ക നിലയിൽ, ഇരുളുകൾ മാറത്തക്ക നിലയിൽ, അന്ധകാര വ്യാപാരങ്ങൾ നീങ്ങിപ്പോകത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമോ നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സമർപ്പിക്കുവാനും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനും നാം തയ്യാറാകുമ്പോൾ അവിടെ മുതൽ ഒരു ദൈവപ്രവൃത്തിയുടെ തുടക്കം കുറിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് ജീവിതത്തിൽ പുതിയത് ചെയ്യണമോ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ അനവധി കഷ്ടകഥകൾ, കഴിഞ്ഞ നാളുകളിൽ അനവധി സങ്കടങ്ങൾ, അനവധി കണ്ണുനീരുകൾ, കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങളൊക്കെയും കടന്നു വന്നെങ്കിൽ ഹല്ലേലൂയ അതിനെല്ലാം ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഹല്ലേലൂയ അതിനപ്പുറമായി ഹല്ലേലൂയ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നാം എത്തേണ്ടതിന് ചില ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പൊന്നിനെ തീയിലിടുന്നത് ഹല്ലേലൂയ ആ തീയിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ പൊള്ളുന്നതായ അനുഭവം സ്വർണത്തിനുണ്ടായേക്കാം. എന്നാൽ പൊന്നിനെ തീയിലൂടെ കടത്തിവിടുന്നത് ഹല്ലേലൂയ അത് വെന്തു പോകുവാനല്ല, അത് നഷ്ടപ്പെട്ടു പോകുവാനല്ല, അത് നശിച്ചു പോകുവാനല്ല. ഹല്ലേലൂയ. തീയിൽ നിന്ന് അത്
ഉള്ളിലെ അശുദ്ധിയെല്ലാം മാറി അത് പുറത്തേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അത് തിളക്കമാർന്നത് ശോഭയാർന്നത് ആയിത്തീരുവാനാണ്. പ്രിയമുള്ളവരെ, നമ്മെ ഓരോരുത്തരെ പറ്റിയും ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ ജീവിതത്തിൽ കടന്നു വരുന്നുവെങ്കിൽ ഹല്ലേലൂയ അതിൻ്റെ മധ്യത്തിൽ ഹല്ലേലൂയ ഇതെന്താണ് ഇപ്രകാരം, എപ്പോഴും എൻ്റെ ജീവിതത്തിൽ പ്രതികൂലമാണോ പ്രശ്നമാണോ എന്ന് ചോദിച്ച് നെടുവീർപ്പിടുവാനല്ല. ഹല്ലേലൂയ അതിൻ്റെ മധ്യത്തിൽ ഒന്ന് മനസ്സിലാക്കണം, ഈ ശോധനയിലൂടെ എന്നെ കടത്തിവിടുന്നത്, ഈ പ്രതികൂലത്തിലൂടെ ഞാൻ പോകുന്നത് പൊന്നുപോലെ പുറത്തു വരുവാനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കടന്നു വരണമോ? ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ നമ്മെ ചിലതിലൂടെ കടത്തിവിടും. ഹല്ലേലൂയ. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവ പദ്ധതിക്കായി നമ്മെ ഒന്ന് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അസാധാരണമായ ദൈവശക്തിയാൽ നിറച്ചുകൊണ്ട് ഹല്ലേലൂയ അസാധാരണമായ ദൈവപ്രവൃത്തിക്കായി ദൈവം നമ്മെ ഉപയോഗിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ വ്യാപാരത്തെ തിരിച്ചറിയണമോ? നാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാകണം. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ മാത്രമേ ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ വലിയൊരു ദൈവപ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത്, ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തത്, ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്തതായ മേഖലയിലൂടെ നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരുത്തൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത നിലയിൽ പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ അവൻ സകലവും നന്നായി ചെയ്തു, ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സൗഖ്യമാക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് ഹല്ലേലൂയ ചെയ്യുന്നതല്ല നന്നായാണ് ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ അടുക്കൽ ആര് കടന്നു വന്നാലും അവരെ ആശ്വസിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ച് ഹല്ലേലൂയ അവരെ മടക്കി അയക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നാം യേശു കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരുമ്പോൾ യേശു കർത്താവിനെ നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ എൻ്റെ കർത്താവ് സർവശക്തനാണ്. പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വ്യാപരിക്കുന്ന ദൈവശക്തി എന്നിൽ വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. സകലവും നന്നായി ചെയ്യും. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ മനുഷ്യരായ നാം പലതും ചെയ്യുവാൻ ചിന്തിച്ചു, നന്നായി ചെയ്യുവാനായി ചിന്തിച്ചുകൊണ്ട് പലതും ചെയ്യുമ്പോൾ ഹല്ലേലൂയ അത് നന്നാവാകാതെ വണ്ണം ഹല്ലേലൂയ ആയിത്തീരുന്നില്ലേ? പരാജയങ്ങൾ സംഭവിക്കുന്നില്ലേ? മനുഷ്യരായ നാം പലതും ചെയ്യുമ്പോൾ പരാജയത്തിലേക്ക് പോകുന്നില്ലേ? എന്നാൽ യേശു കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് യേശു കർത്താവിൻ്റെ കരങ്ങളിൽ നാം ചെയ്യുന്ന കാര്യങ്ങളെ ഫലമേൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ അത് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ എവിടെയാണോ പരാജയപ്പെട്ടത് ഹല്ലേലൂയ അവിടെ അതിനെ ജയമാക്കി തീർക്കുവാൻ കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യരായ നാം പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പലതും ചെയ്യുവാനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ പല ഹല്ലേലൂയ നഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു, പല കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ ദിവസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ വന്ന കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും ഓർത്ത് ഹല്ലേലൂയ ഭാരപ്പെട്ടുവാൻ ഇടയാകാതവണ ഈ ദിവസങ്ങൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് സകലതും നന്നായി ചെയ്യുന്ന കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് വീണ്ടും ഒരു കാൽച്ചൂട് വെക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവിടെ ഹല്ലേലൂയ നഷ്ടമല്ല, പരാജയമല്ല, നഷ്ടത്തെ നികത്തിക്കൊണ്ട് ഹല്ലേലൂയ കടന്നു വന്ന നഷ്ടത്തിനുപരിയായി ഇരട്ടിയായി ഹല്ലേലൂയ ലാഭം ലഭിക്കത്തക്ക നിലയിൽ ഇരട്ടിയായ ഒരു യോബിന് ലഭിച്ചതുപോലെ ഇരട്ടിയായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടത്തക്ക നിലയിൽ ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. സകലതും നന്നായി ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാം കടന്നു വന്നിരിക്കുന്നത്, നാം ആശ്രയിക്കുന്നത് സകലതും നന്നായി ചെയ്യുന്ന കർത്താവിലാണ്. സ്തോത്രം. അതുകൊണ്ട് ആ കർത്താവിൽ വിശ്വസിച്ച് ദിവസങ്ങൾ മുന്നേറണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നാം നോക്കുമ്പോൾ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, അവൻ വീണ്ടും സോരിൻ്റെ അതിർവിട്ട് സീദോൻ വഴിയായി ദക്കപ്പൊലിയ ദേശത്തിൽ ഗലീലെ കടൽ പുറത്തു വന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഗലീല കടൽ പുറത്തു വന്നു.
സ്തോത്രം. ഗലീല കടലെന്ന് പറയുമ്പോൾ ആ പത്രോസിനെ, ശിമോൻ പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ശിമോൻ പത്രോസ്, ഹല്ലേലൂയ, ശിമോൻ, ഹല്ലേലൂയ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിരാശനായി വല കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ശിമോനെ കടലിൽ നമുക്ക് കാണുവാനിടയായി തീരും. സ്തോത്രം. ആ അവിടേക്ക് യേശു കർത്താവ് കടന്നു വരികയാണ്. രാത്രി മുഴുവനും ശിമോൻ തൻ്റെതായ ബുദ്ധി ഉപയോഗിച്ച്, തൻ്റെതായ ശക്തി ഉപയോഗിച്ച്, ഹല്ലേലൂയ, അധ്വാനിച്ചു. ഹല്ലേലൂയ, വളരെയധികം ലഭിക്കുമെന്ന് വിചാരിച്ച് ഒന്നും കിട്ടാതെ നിരാശയോടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് അവിടേക്ക് കടന്നു വന്നു. ശിമോന്റെ പടകിൽ ഒന്നിൽ കയറിയിരുന്ന് ഉപദേശിച്ചതിന് ശേഷം ഇപ്രകാരമാണ് പറഞ്ഞത്. ഹല്ലേലൂയ, യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഇവിടെ നാം നോക്കുമ്പോൾ ഹല്ലേലൂയ, ശിമോനോട് യേശു കർത്താവ് പറഞ്ഞതായ കാര്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. എന്താണ് പറഞ്ഞത്? യേശു കർത്താവ് ശിമോന്റെ പടകിൽ കയറിയിരുന്ന് ഉപദേശിച്ചതിന് ശേഷം ശിമോന്റെ അവസ്ഥകളെ നന്നായി അറിഞ്ഞതുകൊണ്ട്, സ്തോത്രം, ശിമോന്റെ അവസ്ഥകളെ നന്നായി അറിഞ്ഞതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്കുവീൻ. സ്തോത്രം. ഹലേ, ശിമോനോട് എന്താണ് പറഞ്ഞത്? നീ രാത്രി മുഴുവനും അധ്വാനിച്ചവനാണോ? നിനക്കൊന്നും കിട്ടിയില്ലയോ? അങ്ങനെയല്ല ചോദിച്ചത്. ശിമോന്റെ അവസ്ഥയെ നന്നായി അറിഞ്ഞുകൊണ്ട് ആഴത്തിലേക്കൊന്ന് വലയിറക്കുവാൻ. കഴിഞ്ഞ കാലങ്ങളിൽ നാമും രാത്രി മുഴുവനും അധ്വാനിച്ചില്ലേ? നാമും വളരെയധികം കഷ്ടപ്പെട്ടില്ലേ? നമുക്ക് ലഭിച്ചത് എന്താണ് പരിണാമം? ഇന്നൊന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ, ആഴത്തിലേക്കൊന്ന് വലയിറക്കുവാൻ, യേശു കർത്താവിന്റെ വാക്കൊന്ന് അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിനെ ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ശിമോൻ പറയുകയാണ്, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അധ്വാനിക്കാനിട്ടല്ല, ഹല്ലേലൂയ, ഈ പടക് കാലിയായിരിക്കുന്നത്, ഈ വല കാലിയായിരിക്കുന്നത് അധ്വാനിക്കാനിട്ടല്ല, അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. എങ്കിലും അപ്പൻ്റെ വാക്കിന് ഹല്ലേലൂയ വലയിറക്കാം. സ്തോത്രം. യേശുവിൻ്റെ വാക്കെന്ന് പറയുന്നത് അത് സാധാരണ വാക്കല്ല, അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന വാക്കാണ്, ഇല്ലാത്തതിനെ ഉളവാക്കുന്ന വാക്കാണ് യേശു കർത്താവിൻ്റെ വാക്ക്. സ്തോത്രം. യേശു കർത്താവിൻ്റെ വാക്ക് കേൾക്കുവാൻ തയ്യാറാകുമ്പോൾ, യേശു കർത്താവിൻ്റെ വാക്ക് അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ നിശ്ചയമായും അത്ഭുതങ്ങൾ സംഭവിക്കുക. ഇന്ന് വരെ സംഭവിക്കാത്തത് യേശു കർത്താവിൻ്റെ വാക്കിൽ സംഭവിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ വാക്ക്, ഹല്ലേലൂയ, ശൂന്യതയെ നിറയ്ക്കുന്ന വാക്കാണ്. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ വാക്ക്, ഹല്ലേലൂയ, ശിമോൻ പത്രോസിന് ഇല്ലാത്ത അവസ്ഥ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തതായ അവസ്ഥയിൽ ഹല്ലേലൂയ ഒരു നിറവുണ്ടാക്കുന്ന ഒരു വാക്കാണ് യേശു കർത്താവ് പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ വാക്കിനെ നാമം അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ അല്ലെങ്കിൽ ഇല്ലാത്തതിനെ നിറയ്ക്കുന്ന ഒരു നിറവായി തീരും, ശൂന്യതയെ നിറയ്ക്കുന്ന ഒരു നിറവായി തീരും. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ വാക്കിൽ അല്ലെങ്കിൽ നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. സ്തോത്രം. മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ്, ഹല്ലേലൂയ, പ്രകൃതിയെ നിയന്ത്രിക്കുന്ന യേശു കർത്താവിൻ്റെ വാക്ക്, കാറ്റിനോട് അനങ്ങരുതേ എന്ന് പറഞ്ഞാൽ അനങ്ങാത്ത, കടലിനോട് ശാന്തത വരിക എന്ന് പറഞ്ഞാൽ ശാന്തത വരുത്തുന്നത്. ഹല്ലേലൂയ. പ്രകൃതിയെ നിയന്ത്രിപ്പാൻ കഴിവുള്ള വാക്കാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് സൃഷ്ടിപ്പ് നടത്തുന്ന വാക്കാണ്. ഹല്ലേലൂയ. എവിടെയൊക്കെ ഇല്ലാത്തതിനോട് പറഞ്ഞുവോ അവിടേക്കേയും ഇല്ലാത്തത് ഉളവായി വന്നു. ആ വാക്കാണ് ഹല്ലേലൂയ ശിമോനോട് പറഞ്ഞത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് പറഞ്ഞത് ശിമോനോട്? സ്തോത്രം. ഹല്ലേലൂയ. കടലിൻ്റെ ആഴത്തിലേക്ക് വലയിറക്കുക. സ്തോത്രം. ആഴത്തിലേക്ക് വലയിറക്കുക, സംശയിക്കാതെ വലയിറക്കിയപ്പോൾ ഒരു പെരുത്ത മീൻകൂട്ടം നിറയുവാനിടയായി തീർന്നു. സ്തോത്രം. ഇന്ന് പലപ്പോഴും നാം ഹല്ലേലൂയ പലതിലും സംശയിക്കുന്നവരായി തീരാറില്ലേ? ഹല്ലേലൂയ. എന്നാൽ ഈ ദിവസങ്ങൾ നമ്മുടെ സംശയങ്ങളെയൊക്കെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട്, നമ്മുടെ സംശയങ്ങളെയൊക്കെ നീക്കി വെച്ചുകൊണ്ട് ഹല്ലേലൂയ നാം വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ യേശു കർത്താവിൽ നിന്ന് വലിയ നമുക്ക് പ്രതീക്ഷിക്കുവാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന കർത്താവാകിയാൽ ഹല്ലേലൂയ വൻ കാര്യങ്ങളെ ചെയ്യണമോ സംശയിക്കാതെ നാം വിശ്വസിക്കണം. നമ്മുടെ വിശ്വാസം എപ്രകാരമാണ്? ഹല്ലേലൂയ ഒന്ന് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ആ പറഞ്ഞ വാക്ക്
വാക്ക് കേട്ട് അതുപോലെ പത്രോസ് ചെയ്തപ്പോൾ പത്രോസിന്റെ വല നിറഞ്ഞു. ഹല്ലേലൂയ. അത് പിടിച്ച് കരയിലോട്ട് കയറ്റുവാൻ കഴിയാത്ത നിലയിലുള്ള ഒരു അവസ്ഥയിലേക്ക് മാറി. ശൂന്യതയെ നിറയ്ക്കുന്ന കർത്താവ്. സ്തോത്രം. പത്രോസ് ആ വാക്ക് അനുസരിച്ചപ്പോൾ അതിനുശേഷം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ 10-11 വാക്യത്തിൽ ഇപ്രകാരം പറയുന്ന യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇത്രയും മത്സ്യത്തെ നീ പിടിച്ചതല്ലേ, നീ അധ്വാനിച്ചതല്ലേ, ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. ഹല്ലേലൂയ. എന്നും ഹല്ലേലൂയ മീനെ പിടിച്ചുകൊണ്ട് മത്സ്യത്തെ പിടിച്ചുകൊണ്ട് നടക്കുന്നവനല്ല, ഇനി നിന്നിലൊരു മാറ്റമുണ്ടാകുവാൻ പോകുന്നു. യേശു കർത്താവിൻ്റെ വാക്കനുസരിച്ചാൽ മാറ്റങ്ങൾ സംഭവിക്കും, പ്രമോഷനുകൾ സംഭവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നാം യേശു കർത്താവിൻ്റെ വാക്കനുസരിക്കുവാൻ തയ്യാറാകുന്നുവോ, പ്രമോഷനിലേക്ക് നടക്കത്തക്ക നിലയിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. നാം വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരാമല്ലോ. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യമാണല്ലോ നാം വായിച്ചത്. എന്താണ് വായിച്ചത്? യേശു സകലതും നന്നായി ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ സകലതും നന്നായി ചെയ്തു, ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും അത്യന്തം വിസ്മയിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിൽ അവിടെ അവൻ വിക്കനായ ഒരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, അവൻ്റെ മേൽ കൈവയ്ക്കണം എന്ന് അപേക്ഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, ഇവിടെ വിക്കനായ ഒരു ചെകിടനെ ചിലർ ചേർന്ന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. യേശുവിൻ്റെ അടുക്കൽ ഹല്ലേലൂയ കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുന്നവർക്കൊരു വിശ്വാസമുണ്ട്, ഇവൻ സൗഖ്യമാകുമെന്ന്. സ്തോത്രം. കൊണ്ടുവരുന്നവർക്ക് എന്താണുള്ളത്? വിശ്വാസമാണ്, ഇവൻ സൗഖ്യമാകും എന്നുള്ളത്. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സംസാരിപ്പാനും കഴിയുകയില്ല, കേൾക്കുവാനും കഴിയുകയില്ല എങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. കാണുന്നുണ്ട്, നടക്കുന്നുണ്ട്, മറ്റെല്ലാ പ്രവർത്തികളും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും സംസാരവും കേൾവിയും ഇല്ല എങ്കിൽ മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. അപ്രകാരമുള്ള ഹല്ലേലൂയ ഒരു വ്യക്തിയെയാണ് സ്തോത്രം യേശു കർത്താവ് ഇവിടെ ആൾക്കാർ ഇവിടെ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം. ആ വ്യക്തിയോട് ഹല്ലേലൂയ എന്താണ് യേശു കർത്താവിനോട് ആ വ്യക്തികൾ പറയുന്നത്? ഈ വ്യക്തിയുടെ മേലൊന്ന് കൈവയ്ക്കണം. യേശു കർത്താവ് ഹല്ലേലൂയ വ്യക്തികളുടെ മേൽ കൈവച്ചാൽ ഹല്ലേലൂയ സൗഖ്യമായി തീരും. യേശു കർത്താവ് കൈവച്ചാൽ അത്ഭുതമായി തീരും. അതുകൊണ്ട് എപ്പോഴും യേശു കർത്താവ് ഹല്ലേലൂയ കൈവയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യക്തികൾ യേശു കർത്താവിൻ്റെ അടുക്കൽ വരുന്നത്. ഹല്ലേലൂയ. ഒരു പക്ഷപാതക്കാരനെ 4 പേർ ചേർന്ന് യേശു കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്തിനെ? ആ പക്ഷപാതക്കാരൻ സൗഖ്യമാകുവാൻ, എഴുന്നേറ്റ് നടക്കുവാൻ. സ്തോത്രം. ഒരിക്കലും എഴുന്നേറ്റ് നടക്കാത്ത അവസ്ഥയിലായിരിക്കുന്ന വ്യക്തി ഒന്ന് എഴുന്നേറ്റ് നടക്കണമോ? ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ അടുക്കൽ വരണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് വരെ നടക്കാത്ത കാര്യങ്ങൾ നടക്കണമോ? യേശു കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരണം. സ്തോത്രം. യേശു കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരുമ്പോഴാണ് ഹല്ലേലൂയ നടക്കാത്തത് നടക്കുന്നത്. സ്തോത്രം. നടക്കുവാൻ കഴിയത്തില്ല എന്ന് ലോകം വിധി എഴുതിയെങ്കിൽ ഹല്ലേലൂയ യേശു കർത്താവിൻ്റെ ഒരു വാക്ക് ഹല്ലേലൂയ നടക്കാത്തതിനെ നടക്കുന്ന വാക്കാക്കി തീർക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ചെകിടനും ഊമനുമായ ഒരു വ്യക്തിയെ യേശു കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് കൈ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് എന്താണ് ചെയ്തത്? ഹല്ലേലൂയ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. സ്തോത്രം. യേശു കർത്താവ് പുരുഷാരത്തിൻ്റെ ഇടയിൽ ഒരത്ഭുതം പ്രവർത്തിക്കാതെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ ഒരു വ്യക്തി യേശുവിനെ രക്ഷകനായി കർത്താവായി സ്വീകരിക്കുമ്പോൾ ഒരു വേറിട്ട ജീവിതമാണ് നയിക്കുന്നത്. എല്ലാവരും നയിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതമല്ല പിന്നീട് ആ വ്യക്തി നയിക്കുന്നത്. ഹല്ലേലൂയ. ഒരു വേറിട്ട ജീവിതം നയിക്കണമോ? ഒന്ന് വേർപാടനുഷ്ഠിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ഹല്ലേലൂയ വേർപെട്ട ജീവിതം നയിക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യേശു ഒരു ഹല്ലേലൂയ ഒരു അത്ഭുതം നടക്കേണ്ടതിന്, ഒരു വേർപെട്ട ഹല്ലേലൂയ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന്
അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെയല്ല, അപ്രകാരമല്ലാത്ത വേറൊരു അനുഭവത്തിലേക്ക് മാറ്റേണ്ടതിനെ ഹല്ലേലൂയ യേശു കർത്താവിനെ ഹല്ലേലൂയ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോകുവാനിടയായി തീർന്നു. സ്തോത്രം. അവൻ്റെ ചെവിയിൽ വിരലിട്ട് ചെവിയിൽ എന്താണ് അടഞ്ഞിരിക്കുകയാണ്. ഇനി തുറക്കുകയില്ല. ലോകം മുദ്ര എഴുതി, വീട്ടുകാർ മുദ്ര എഴുതി, ഇവൻ്റെ ചെവി തുറക്കുകയില്ല. ചെവി തുറക്കാത്ത ചെവിയിലേക്ക് യേശു കർത്താവ് വിരലിടുവാനിടയായി തീർന്നു. നാവിൽ തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷം എന്താണ് പറഞ്ഞത്? സ്വർഗത്തേക്ക് നോക്കി. ഹല്ലേലൂയ. യേശു കർത്താവ് സ്വർഗത്തേക്ക് നോക്കുമ്പോൾ, യേശു കർത്താവ് തൊടുമ്പോൾ ഹല്ലേലൂയ അത്ഭുതങ്ങൾ ഉളവായി വരും. സ്തോത്രം. ഹല്ലേലൂയ. 5 അപ്പം എടുത്ത് യേശു കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ ഹല്ലേലൂയ 5 അപ്പവും 2 മീനും 5000 പുരുഷന്മാർക്ക് ഹല്ലേലൂയ വിളമ്പുവാനിടയായി തീർന്നു. 12 കൊട്ട നിറച്ചെടുക്കത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. 5 അപ്പമേ കയ്യിലുള്ളൂ. ഹല്ലേലൂയ. പുരുഷാരം 5000 ഉണ്ട്, സ്ത്രീകളും കുട്ടികളുമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അത് ഒരാൾക്കോ 2 പേർക്കോ കഴിക്കാവുന്ന ഭക്ഷണത്തെ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ ഹല്ലേലൂയ അതിനെ വാഴ്ത്തിയപ്പോൾ ഹല്ലേലൂയ അത് കുറവല്ല സംഭവിച്ചത്, അത് വർധനവാണ് സംഭവിച്ചത്. ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് നോക്കുവാൻ തയ്യാറാകുമോ? ഹല്ലേലൂയ. കുറവുകൾ വർധനവിലേക്ക് മാറത്തക്ക നിലയിൽ അല്പത്തെ ഹല്ലേലൂയ അധികമാക്കി തീർക്കത്തക്ക നിലയിലേക്ക് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീരും. സ്തോത്ര. നാം സ്വർഗത്തിലേക്ക് നോക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ചില അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. സ്തോത്ര. ലാസറിന്റെ കല്ലറയ്ക്കൽ ലാസർ മരിച്ചു. 4 നാളായി. മറിയയുടെ കരച്ചിൽ കണ്ടപ്പോൾ യേശു കർത്താവ് മനസ്സലിഞ്ഞ് ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗത്തേക്ക് നോക്കിയിട്ട് ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ട് ലാസറെ പുറത്തു വാ എന്ന് പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നു ജീവനുള്ളവനായിട്ട്. സ്തോത്രം. സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ അസാധാരണമായ അത്ഭുതങ്ങൾ നടക്കുവാനിടയായി തീരും. അതുകൊണ്ടാണ് കൊലീസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഭൂമിയിൽ ഉള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. നാം ഭൂമിയിലുള്ളത് നോക്കി നടന്നാൽ ഈ ലോകത്തിൽ പെട്ടുപോകുക. എന്നാൽ ഉയരത്തിലുള്ള അന്വേഷിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് നോക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഉയരത്തിലെ കൃപകളാലും നോക്കുമ്പോൾ വ്യത്യസ്ത അനുഭവത്തിൽ നിറയത്തക്ക നിലയിൽ, വ്യത്യസ്ത പ്രവർത്തികൾ ചെയ്യത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ യേശു കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ സ്വർഗത്തിലേക്ക് നോക്കി നെടുവേർപ്പെട്ട് അവനോട് തുറന്നു വാ എന്ന് അർത്ഥമുള്ള എഫത എന്ന് പറഞ്ഞു. സ്തോത്രം. ചെവി അടഞ്ഞിരിക്കുന്നു, വായ അടഞ്ഞിരിക്കുന്നു, ഒരിക്കലും തുറക്കുവാൻ ചാൻസ് ഇല്ല. എന്നാൽ ഹല്ലേലൂയ ചെവിയിൽ വിരലിട്ടു. ഹല്ലേലൂയ നാവിൽ തുപ്പി തൊട്ടു. സ്തോത്രം. സ്വർഗത്തിലേക്ക് നോക്കി എഫത തുറന്നു വരിക. ഹല്ലേലൂയ. ഇന്ന് എവിടെയാണ് ഹല്ലേലൂയ ഈ വ്യക്തി ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ ചെവി തുറന്നു, വാ തുറന്നു, അവൻ കേൾക്കുന്നവനായി സംസാരിക്കുന്നവനായി തീർന്നതുപോലെ ഇന്ന് എവിടെയാണ് അടയപ്പെട്ടിരിക്കുന്നത്? സ്തോത്ര. എഫത എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ തുറന്നു വരുവാനിടയായി തീരും. അടയപ്പെട്ട മേഖലകൾ എവിടെയൊക്കെയാണ് ജീവിതത്തിൽ ഉള്ളത്? സ്തോത്രം. ഹല്ലേലൂയ. ഏതെല്ലാം മേഖലകളാണ് ശത്രു അടച്ചു വച്ചിരിക്കുന്നത്? അവിടെ ഹല്ലേലൂയ സ്വർഗത്തേക്ക് നോക്കുവാൻ തയ്യാറാകുമ്പോൾ, ഒന്ന് കൽപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ എഫത തുറന്നു വരിക എന്ന് പറയുമ്പോൾ തുറന്നു വരുവാൻ ഇടയായി തീരും. അപ്രകാരമുള്ള ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ വാക്ക്. സ്തോത്രം. യേശു കർത്താവിന്റെ വാക്ക്. യായിറോസിന്റെ പൈതൽ മരിച്ചപ്പോൾ ആ മരിച്ച വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ് എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. മരിച്ച പൈതലിനെ നോക്കിയപ്പോൾ യേശു കർത്താവ് ഉറങ്ങുന്നതായി കണ്ടു. സ്തോത്രം. നമ്മുടെ മരിച്ച വിഷയങ്ങളെ നോക്കുമ്പോൾ നാം ഉറങ്ങുന്നതായി കാണണം. സ്തോത്രം. അതിനുശേഷം ഹല്ലേലൂയ ബാലയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വിഷയങ്ങളെ നോക്കി നാം കൽപ്പിക്കുവാൻ തയ്യാറാകണം. അടഞ്ഞ വിഷയങ്ങളാണോ, അടഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ നോക്കി തുറക്കുവാൻ നാം കൽപ്പിക്കുന്നവരായി തീരണം. സ്തോത്രം. വിശ്വാസം പറയുന്നവരായി തീരണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ വിശ്വാസത്തിന്റെ കുറവുകളെ മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ വിശ്വാസം സംസാരിക്കുവാനിടയാകുന്നുവോ ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യുക. ഈ വ്യക്തിയെ ഹല്ലേലൂയ പലർ കൊണ്ടുവന്നതാണ്. യേശു കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവനെ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. ഹല്ലേലൂയ. നാം ആരാണ്? ഹല്ലേലൂയ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്തവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആൾക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടാണ് ചെവിയിൽ വിരലിട്ടത്, അത്ഭുതം പ്രവർത്തിച്ചത്. സ്തോത്രം. ഈ
ദിവസങ്ങൾ മറ്റാർക്കും ലഭിക്കാത്ത നന്മകൾ ലഭിക്കണമോ, ഒന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് മാറുന്ന ഒരു വ്യത്യസ്ത അനുഭവത്തിലേക്ക് മാറത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. നാം വ്യത്യസ്തരായി നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. സ്തോത്രം. പലപ്പോഴും ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിന്നുവെങ്കിൽ ഹല്ലേലൂയ, ഈ ദിവസങ്ങൾ ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്നതിനെ എല്ലാം മാറ്റി നിർത്തണമോ, അല്പം നാം ഹല്ലേലൂയ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറണം, ഒരു വ്യത്യസ്ത അനുഭവത്തിലേക്ക് നിൽക്കണം. ഹല്ലേലൂയ. വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമായി നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ പല തടസ്സങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. എന്നാൽ ആ തടസ്സങ്ങളെ മാറ്റണമോ, നാം ദൈവസന്നിധാനത്തിലാകേണ്ട വണ്ണമാകണം. സ്തോത്രം. ഹല്ലേലൂയ. ഏഫദ എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ചെവി തുറന്നു, ഹല്ലേലൂയ വാ തുറന്നു. സ്തോത്രം. ഹല്ലേലൂയ. കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? ഹല്ലേലൂയ. വിശ്വസിക്കണമെങ്കിൽ കേൾക്കണം, കേട്ടെങ്കിൽ മാത്രമേ സംസാരിക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ പലപ്പോഴും ഹല്ലേലൂയ ദൈവവചനം കേൾക്കുകയും ദൈവശക്തിയെ പ്രാപിക്കുകയും ചെയ്യുന്നതിന് തടസ്സമായി നമ്മുടെ ചെവിയെ അടച്ചു വച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഈ ദിവസങ്ങൾ ചെവികൾ തുറക്കേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്തില് ശത്രുവായവൻ ഹല്ലേലൂയ നന്മയെ കാണാതെ വണ്ണം കണ്ണുകളെ അടയ്ക്കുകയും നന്മ അനുഭവിക്കാതെ വണ്ണം ഹല്ലേലൂയ വായെ മൂടിക്കെട്ടുകയും ചെയ്യും. നന്മ അനുഭവിക്കണമോ, നാം ദൈവത്തിന്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എഫദ തുറന്നു വരിക എന്ന് പറഞ്ഞപ്പോൾ ഈ വ്യക്തിയുടെ ചെവിയും ഹല്ലേലൂയ വായും തുറന്നുവെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവുമായുള്ള ബന്ധത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഹല്ലേലൂയ നാമം കൽപ്പിക്കുവാൻ തയ്യാറാകുന്നുവോ? ഹല്ലേലൂയ ചില വിഷയങ്ങളിൽ അടഞ്ഞ വിഷയങ്ങളിൽ തുറക്കുവാനിടയായിത്തീരും. ഏതെല്ലാം വാതിലുകൾ അടഞ്ഞുവോ അതിനെ തുറന്നുകൊണ്ട് ഈ ദിവസങ്ങൾ ഒരു അത്ഭുത പ്രവൃത്തിക്കായി ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു. എവിടെയൊക്കെയാണ് ഹല്ലേലൂയ നന്മകൾ അടഞ്ഞത്, ആ വഴികൾ തുറക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഏതെല്ലാം ബന്ധനത്തിലായിരിക്കുന്നു ആ ബന്ധനത്തെ അഴിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനാൽ നാം കൽപ്പിക്കുന്നവരാകണം, തുറന്നു വരിക. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് കാരാഗ്രഹത്തിന്റെ അനുഭവത്തിലായിരിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ഒരിക്കലും കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ ആ കാരാഗ്രഹത്തിന്റെ അകത്ത് ആയിരിക്കുമ്പോൾ ദൂതൻ പത്രോസിന് വേണ്ടി ഇറങ്ങുകയാണ്. ഹല്ലേലൂയ പത്രോസിനെ തട്ടി ഉണർത്തി. ഹല്ലേലൂയ ദൂതന്റെ പുറകെ പത്രോസ് സഞ്ചരിക്കുമ്പോൾ ഒന്നാം കാവലും രണ്ടാം കാവലും ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാം ഹല്ലേലൂയ പുറത്തു വരേണ്ടതിന് ആ ഹല്ലേലൂയ ഒന്നാം വാതിലും രണ്ടാം വാതിലും കടന്ന് പട്ടണത്തിലേക്കുള്ള ആ വാതിൽ വന്നപ്പോൾ അത് ഹല്ലേലൂയ സ്വതവേ തുറക്കുന്ന വാതിലല്ല, എന്നാൽ ഹല്ലേലൂയ ദൂതനുമായി സഞ്ചരിക്കുന്ന പത്രോസിന്റെ മുൻപിൽ ഒരിക്കലും തുറക്കുകയില്ല എന്ന് പറഞ്ഞ് ആ വാതിൽ തുറക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. തുറക്കണമോ? ഹല്ലേലൂയ. ഏതെല്ലാം പ്രശ്നങ്ങളുടെ മുഖത്താണ് ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് വിടുതലുണ്ടാകുകയില്ല, ഇതിൽ നിന്ന് നീക്കുപോക്കുണ്ടാകുകയില്ല എന്നുള്ള അവസ്ഥയിലാണോ വിശ്വസിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ അടഞ്ഞത് തുറക്കുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ മുൻപിൽ ഹല്ലേലൂയ വഴികളൊക്കെയും കടന്നു വരുന്നുണ്ടെങ്കിൽ തുറക്കുന്നില്ല. ഇതെന്താണ് ഇപ്രകാരമുള്ള അനുഭവം എന്നൊക്കെയും നാം ചിന്തിച്ചേക്കാം. ഹല്ലേലൂയ. എന്നാൽ അടഞ്ഞതിനെ തുറക്കുവാൻ കഴിവുള്ളവൻ. സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവാണ് ഇവിടെ ഉള്ള ഹല്ലേലൂയ പറയുന്നത്. ഹല്ലേലൂയ ഉടനെ അവന്റെ ചെവി തുറന്നു, നാവിന്റെ കെട്ടുമഴിഞ്ഞു. സംസാരിപ്പാൻ കഴിയാത്തതിന്റെ കാരണം എന്തേ? ഹല്ലേലൂയ നാവ് കെട്ടപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ സംസാരിപ്പാൻ കഴിയാത്തതിന്റെ കാരണം കെട്ടാണ്. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കാരണം കണ്ടെത്തി ചികിത്സിക്കുവാൻ തയ്യാറാകുമ്പോൾ മാത്രമേ വിടുതലുകൾ സംഭവിക്കുകയുള്ളൂ. സ്തോത്രം. അതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ ആ കൃപയിലേക്ക് നാം മുന്നേറേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണമോ? എവിടെയാണ് ഹല്ലേലൂയ ബന്ധിച്ചിരിക്കുന്നത്? ആ ബന്ധനത്തെ അഴിച്ചെങ്കിൽ മാത്രമേ അനുഗ്രഹങ്ങൾ നമ്മുടെ അടുക്കൽ കടന്നു വരികയുള്ളൂ. എവിടെയാണ് ഹല്ലേലൂയ കെട്ടിയിരിക്കുന്നത്? കെട്ടപ്പെട്ട അവസ്ഥ എവിടെയാണ്? ആ കെട്ടിനെ അഴിക്കുവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിടുതലുകൾ കടന്നു വരികയുള്ളൂ. നാവിന്റെ കെട്ടഴിഞ്ഞപ്പോൾ സംസാരിക്കുവാൻ തുടങ്ങി. ചെവിയുടെ ഹല്ലേലൂയ അടഞ്ഞിരുന്ന ചെവി തുറന്നപ്പോൾ കേൾക്കുവാൻ തുടങ്ങി. ഈ ദിവസങ്ങൾ ദൈവവചനം കേൾക്കുന്നവരായി ദൈവവചനം സംസാരിക്കുന്നവരായി നാം മുന്നേറുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ അപ്പോഴാണ് ഇപ്രകാരം പറയുന്നത്.
അതിൻ്റെ 37-ാം വാക്യം, അവൻ സകലവും നന്നായി ചെയ്തു. സ്തോത്രം, ഹല്ലേലൂയ. അവൻ സകലതും നന്നായി ചെയ്തു. ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഹല്ലേലൂയ, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ അവസ്ഥ എങ്ങനെയാണ് പ്രിയമുള്ളവരെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥ ഏത് തരത്തിലുള്ളതാണ്? ആ അവസ്ഥയിൽ നിന്ന് വിടുവിക്കണമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകേണ്ടതിന് യേശു കർത്താവുമായുള്ള ഒരു അഭേദ്യ ബന്ധത്തിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ, ഹല്ലേലൂയ, ദൈവപ്രവൃത്തി വെളിപ്പെടുക. പത്രോസിന് വേണ്ടിയിട്ട്, ശിമോന് വേണ്ടിയിട്ട്, ഹല്ലേലൂയ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ അലഞ്ഞ ശിമോന് വേണ്ടി പ്രവർത്തിച്ച ദൈവം, ഹല്ലേലൂയ, ചെകിടനും ഊമനുമായ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള കർത്താവാണ്, വിശ്വസ്തനാണ്. നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ആ അത്യന്ത ശക്തി നമ്മളിൽ പകരപ്പെടുകയുള്ളൂ. നമ്മുടെ മൺകൂടാരങ്ങളിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ശക്തിയുടെ നിക്ഷേപം ഉണ്ടാകണമോ? ദൈവത്തിൻ്റെ ദാന നമ്മുടെ മൺകൂടാരങ്ങളിലേക്ക് കടന്നു വരണമോ? നാമും ദൈവമായുള്ള ബന്ധത്തിലായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അത്യന്ത ശക്തിയാൽ നാം നിറയപ്പെടുന്നവരായിരിക്കണം. നമ്മെ ഒന്ന് സമർപ്പിക്കാമോ ദൈവപാദപീഠത്തിലേക്ക്? സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടഞ്ഞതിനെ തുറക്കുന്ന ദൈവം, ഹല്ലേലൂയ, കേട്ട് അഴിക്കുന്ന ദൈവം, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഒരത്ഭുതം പ്രവർത്തിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല വൈകിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. അങ്ങ് കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തുതിക്കുന്നു. ഈ സകലതും നന്നായി ചെയ്യുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ വൈകിയ സമയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. വചനം കേട്ട് ഓരോ മക്കളെ അനുഗ്രഹിക്കണം. ഈ പേജിനെ അനുഗ്രഹിക്കണം. കർത്തൃദാസിയും കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ അടിയനെ സമ്പൂർണ്ണമായ ഇവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയായിട്ടിരിക്കാതെ സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സകലതും നന്നായി ചെയ്യുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം അത്ഭുതം ചെയ്യുവാൻ സർവശക്തനാകിയാൽ അത്ഭുതങ്ങളിൽ നാം വിശ്വസിക്കുന്നവരായി തീരണം. സ്തോത്രം.